ആരെയും തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഞാനിങ്ങനെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്, ഒരു ഉദാഹരണം പറയാണ്. അങ്ങനെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ റയീസുൽ ഉലമ കയറി വന്നു. റയീസുൽ ഉലമ കയറി വന്നപ്പോൾ ഞാൻ റയീസുൽ ഉലമ വരുന്നുണ്ട് എന്നെ തക്ബീർ ചൊല്ലിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല റാഹത്തായി, എനിക്കും റാഹത്തായി. അതേസമയത്ത് അങ്ങനെ ഒരു കാര്യം കഴിഞ്ഞ് ഉസ്താദ് നിസ്കരിക്കാൻ പോയിട്ട് വീണ്ടും വന്ന് നേരം വീണ്ടും ഞാൻ തക്ബീർ ഇല്ലാലോ, നിങ്ങൾ തക്ബീർ കേൾക്കാനാണ് ആൾ വന്നത്, നമ്മൾ വന്നത് ഇവിടെ പ്രസംഗം കേൾക്കാനല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നൂലേ? സമയത്തിന് വിലയില്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, ആദ്യത്തത് കാണാത്ത ഒരാള് അയാൾ സൂഫി വഴിയിലാണെങ്കിൽ അയാൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. എന്താ വേണ്ടത്? അത് നേരത്തെ കയറിയപ്പോ ആദരവും ബഹുമാനമൊക്കെ കാണിച്ചിട്ടുണ്ടാവും. ഇത് രണ്ടാമത് കയറിയാന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി വേണം, അല്ലെങ്കിൽ നല്ല ചിന്ത വേണം, അല്ലെങ്കിൽ നല്ല കൽബ് വേണം. അപ്പോഴേ സൂഫിയാവുള്ളൂ. സൂഫി തന്നെ മൂലയിൽ നിന്നാ സൂഫിയാവൂല. അതിനെന്ത് വേണം? ഖുർആൻ പഠിപ്പിച്ച ആശയങ്ങളുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബൂ കസീറൻ മിനൽ-ളൻ, ആരെയും തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഇന്ന ബഅദൽ-ളന്നി ഇസ്മുൻ, തെറ്റിദ്ധാരണ അത് വലിയ തെറ്റാണ്. ആരെയും തെറ്റിദ്ധരിക്കാൻ പാടില്ല, നല്ലതേ ധരിക്കാവൂ. ദുന്നൂ ബിൽ മുഅ്മിനീന ഖൈറാ, മുഅ്മിനീങ്ങളെ കൊണ്ട് നല്ലതേ വിചാരിക്കും. നിങ്ങൾക്കറിയില്ലേ ഫത്ഹുൽ മുഈൻ ഫിഖ്ഹ് എങ്ങനെയാണ് നല്ലതേ വിചാരിക്കണമെന്നല്ലേ? ഒരു പൂച്ച അത് എലിയിൽ പിടിക്കുന്നത് കണ്ട് അതേ അതിൻ്റെ മീശയുമേലും താടിയുമേലും ഒക്കെ എന്തായി സുബ്ഹാനല്ലാഹ് നജസായി. അത് നമ്മളെന്ന് വിട്ട് പുറത്തു പോയിട്ട് കുറേ കഴിഞ്ഞിട്ട് അത് തിരിച്ചു വന്നു. പോയ സ്ഥലത്ത് വലിയൊരു കുളമുണ്ട്. ഇനി ആ പൂച്ച വന്നാൽ ഫിഖ് അനുസരിച്ച് തന്നെ ബക്കറ്റിലെ വെള്ളത്തിൽ മുഖം കുത്തിയാൽ ആ വെള്ളത്തിന് കുഴപ്പമൊന്നുമില്ല. കാരണം അത് പോയ സമയത്ത് നന്നായിട്ട് മുഖമൊക്കെ കഴുകി ഒതുവെല്ലാം എടുത്ത് വന്നതായിരിക്കും എന്ന് വിചാരിക്കുക. പൂച്ചനെ പറ്റുമെന്നല്ല വിചാരിക്കുക, നായനെ പറ്റി വരെ അല്ല വിചാരിക്കണമെന്നല്ലേ ഫത്ഹുൽ മുഈനില്ലേ നമ്മളൊക്കെ? എന്താണ് നായനെ പറ്റി അല്ല വിചാരിക്കല്? നമ്മൾ കയറി ചെല്ലുമ്പോൾ ഒരു ബക്കറ്റിൽ നിന്ന് നായ എങ്ങനെ തലപൊക്കുന്നു, ആ നായ എങ്ങനെ തലപൊക്കുന്നുണ്ട്, പക്ഷേ വെള്ളം തൊടുന്നത് കണ്ടിട്ടില്ല. നായ ബക്കറ്റിൽ നിന്ന് തല ഇങ്ങനെ പൊക്കുന്നത് കണ്ടു. എന്നാ വെള്ളം ഉപയോഗിക്കാൻ പറ്റുമോ? ഫത്ഹുൽ പറഞ്ഞതിന് കുഴപ്പമൊന്നുമില്ല. കാരണം ആ നായ തൊടുന്നത് നമ്മൾ കണ്ടിട്ടില്ലല്ലോ, നായനെ പറ്റി അല്ലേ വിചാരിച്ചൂടെ? അപ്പൊ ചിലർക്ക് ചിന്തയാണ്, പിന്നെ എന്തിനാ അങ്ങനെ തല പൊക്കിയത് എന്ന്. നിങ്ങളിൽ എത്ര കിണറ്റിൽ ഇങ്ങനെ നോക്കലുണ്ട്, എത്ര ലിറ്റർ വെള്ളം ഉണ്ട് നോക്കിയതായിരിക്കും നായനെ പറ്റി അങ്ങനെ നല്ല വിചാരിച്ചൂടെ? അപ്പൊ നല്ലത് വിചാരിക്കാൻ കഴിയാത്തവൻ എങ്ങനെ സൂഫിയാകല്, എങ്ങനെ തസൗഫാകല്, എങ്ങനെ ഫിഖ്ഹാകല്? ഒന്നും ഉണ്ടാവില്ല, ദീനൻ ഉണ്ടാവില്ല. അപ്പൊ യാ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബൂ കസീറൻ മിനൽ-ളൻ ഇന്ന ബഅദൽ-ളന്നി ഇസ്മുൻ വലാ തജസ്സസു. ചുഴന്ന് അന്വേഷിക്കാനും പാടില്ല. എവിടെയാ അയാൾ പോയത്? പൊരുത്തനിങ്ങനെ പോകുമ്പോൾ അവനെ പറ്റി ഇങ്ങനെ ഇതായിരിക്കും. 2 കുപ്പിയുണ്ട് അയാളുടെ അടുത്ത്. ദശമൂലാരിഷ്ടാണെന്ന് വിചാരിക്കണോ? പിന്നെ കള്ളുകുപ്പിയാന്ന് വിചാരിച്ചിട്ട് പരിശോധിക്കാൻ പോകണോ? അങ്ങനെ പരിശോധിക്കാൻ പാടില്ല, തെറ്റാണ്. അങ്ങനെ പരിശോധിക്കൽ ഹറാമല്ലേ? ഒരു മുഅ്മിനായ മനുഷ്യനെ തെറ്റിദ്ധരിക്കാൻ പാടുണ്ടോ? അപ്പൊ അങ്ങനെ വലാ തജസ്സസു, അങ്ങനെയുള്ള ചിലര് സുബ്ഹാനല്ലാഹ് എവിടെ ഉണ്ട് ഒരു അക്ഷരം തെറ്റിപ്പോന്ന്, എവിടെ ഉണ്ട് ഒരു ഹർക്കത്ത് മാറിപ്പോന്ന് എന്നൊക്കെ ആലോചിച്ച് നടക്കുന്ന എന്തു സൂഫി കടുത്ത തൂപ്പിയായി പോകും. അങ്ങനെയായി പോകാൻ പാടില്ല. സൂഫിയാക്കൾ എന്ന് പറഞ്ഞാൽ അവർ വളരെ തെളിഞ്ഞ മനസ്സുള്ളവരാണ്. സൂഫിയാക്കൾ ശരിക്ക് ഖുർആനും ഹദീസും അനുസരിച്ചുള്ള ജീവിതം. യാ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബൂ കസീറൻ മിനൽ-ളന്നി ഇന്ന ബഅദൽ-ളന്നി ഇസ്മുൻ വലാ തജസ്സസു. അതേപോലെ വല്ലഫ്ആൽ, പ്രവർത്തനങ്ങളിൽ ഇത്തിബാഉ സുന്ന, നബി തങ്ങളുടെ ചര്യ, ആ ചര്യ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. വയതഹഖഖു, എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാകുക? ബിൽ ഹിഫ്ളി, നാവ് സൂക്ഷിക്കണം, കണ്ണ് സൂക്ഷിക്കണം, കാത് സൂക്ഷിക്കണം, മനസ്സ് സൂക്ഷിക്കണം. അതേ ഉറപ്പാണല്ലോ, ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, എല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്ന ബോധം വേണം. പിന്നെയോ വഹസ്നുൽ ഖുൽഖ്, നല്ല സ്വഭാവം വേണം. നല്ല സ്വഭാവമുള്ളവൻ അതേ അവൻ ചീത്ത വിളിക്കില്ല, അവൻ കളവ് പറയില്ല, അവൻ ആരെയും ചതിക്കൂല, ആരോടും വാക്ക് ലംഘിക്കൂല. നല്ല സ്വഭാവമുള്ളവൻ ആദരിക്കേണ്ടവരെ നിസ്സാരപ്പെടുത്തൂല, ഒരാളെയും കുറ്റം പറയൂല. നല്ല സ്വഭാവമുള്ളവന് ആവശ്യമായ എന്തെല്ലാം വിഷയങ്ങളുണ്ടോ അതെല്ലാം ഒത്തിണങ്ങണം. ആളുകളൊക്കെ ഇങ്ങോട്ട് വന്നാലും അങ്ങോട്ട് പോയാലും അതൊരു വിഷയമേ അല്ലെന്ന് വരണം. പൂർണ്ണമായി അല്ലാഹുവിൽ ഏൽപ്പിച്ചുകൊണ്ട് നീങ്ങുമ്പോഴും ക്ഷമിക്കുമ്പോഴുമാണ് അതുണ്ടാകുന്നത്.
പൂർണ്ണമായി ക്ഷമിക്കണം. ആരെന്ത് പറഞ്ഞാലും ആരെന്ത് ചെയ്താലും, അത് എന്ത് രോഗം വന്നാലും എന്ത് നഷ്ടം വന്നാലും എന്ത് സംഭവിച്ചാലും ക്ഷമ വേണം. അതിൻ്റെ പുറമെ തഹജ്ജുദിന് എഴുന്നേൽക്കാനുള്ള ക്ഷമ വേണം, സുന്നത്ത് നിസ്കരിക്കാനുള്ള ക്ഷമ വേണം, ഉറക്കമൊഴിച്ച് കിതാബ് നോക്കാനുള്ള ക്ഷമ വേണം. അങ്ങനെ ക്ഷമ മുഴുവൻ വിഷയത്തിലും ക്ഷമ വേണം. വത്തവക്കുൽ, തവക്കുലുമുണ്ടാകണം. അല്ലാഹു തആല കുറച്ച് തന്നാലും കൂടുതൽ തന്നാലും ഒക്കെ അല്ലാഹുവിൽ സംതൃപ്തി വേണം. കിട്ടിയത് കൊണ്ട് സന്തോഷിക്കുകയും അല്ലാഹുവിൽ മുഴുവനും ഏൽപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് ആ പറഞ്ഞ റിളാ അനില്ലാഹി ഉണ്ടാകുന്നത്. ഏത് സന്തോഷമുള്ള സമയത്തും ഏത് പ്രയാസമുള്ള സമയത്തും അല്ലാഹുവിലേക്ക് ഖൽബ് തിരിയണം. അതെങ്ങനെ? സന്തോഷമുള്ള സമയത്ത് അല്ലാഹുവിനെ ശുക്ർ ചെയ്യാൻ മിനക്കെടുക, ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് അല്ലാഹുവിനോട് ദുആ ചെയ്യുക. അതല്ലേ സുബ്ഹാനല്ലാഹ്. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ ونقص من الأموال والأنفس والثمرات فبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون أولئك عليهم صلوات من ربهم ورحمة. അവർക്കാണ് കറാമത്ത്, അവർക്കാണ് റബ്ബിന്റെ കാരുണ്യം. നല്ല ക്ഷമ വേണം, എവിടെയും ക്ഷമ വേണം. ഇങ്ങനെ ഈ 5 കാര്യങ്ങൾ അടിസ്ഥാനപരമായി ഉണ്ടാകണമെന്ന് തൻവീറുൽ ഖുലൂബിൽ 366-ാമത്തെ പേജിൽ പറഞ്ഞതായി കാണാം. ഇതൊക്കെ ഒത്തിണങ്ങിയ മുത്തഖിയായ മനുഷ്യൻ, അതാണ് ശരിയായ സൂഫി എന്ന് പറയുന്നത്. അതൊന്നുമില്ലാതെ ഒരു സാധനത്തിന് പേര് വെച്ചാൽ സുബ്ഹാനല്ലാഹ്, അങ്ങനെ പേര് വെച്ചതുകൊണ്ട് ഒരു സാധനം അതാവില്ല. അതും ഇമാമിയങ്ങൾ വളരെ വിശദമായി രേഖപ്പെടുത്തി. സുബ്ഹാനല്ലാഹ്, ചിലപ്പോ സൂഫിയായിരിക്കും, പക്ഷേ നമ്മൾ കാണുന്നിടത്തൊന്നും അവരുണ്ടാവില്ല. അവർ ചിലപ്പോൾ അങ്ങാടിയിൽ നിന്ന് പണിയെടുക്കുന്നുണ്ടാവും. ചിലപ്പോൾ അള്ളാൻ്റെ അടുക്കൽ അദ്ദേഹം നല്ല സൂഫിയായിരിക്കും. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. ചിലരുടെ ധാരണ എന്താണ്? ചിലരുടെ ധാരണ ഒരു കളറുള്ള ഒരു തൊപ്പി, എന്നിട്ട് അതിനൊരു വെള്ളത്തലക്കെട്ട്. അതേപോലെ തന്നെ വേണമെങ്കിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉറങ്ങിയ സമയത്ത് ഉണ്ടായിരുന്ന പുതപ്പ് അതെടുത്ത് അങ്ങനെ ചുമലിലുണ്ട്. എന്നാൽ സൂഫിയായി എന്നാണ് ചില ധാരണ. സൂഫി എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല. എന്തല്ലോ വേഷം ധരിച്ചത് കൊണ്ടൊന്നും ഒരാളും സൂഫിയാവില്ല. സൂഫിയാണെങ്കിൽ ഈ ഇമാമിങ്ങൾ പറഞ്ഞ ഈ സംഗതികളൊക്കെ വേണം. വെറുപ്പിടിക്കാണ് ആരോട്? ബഹുമാനിക്കാത്ത ആളോട്. സൂഫിയാവില്ല. ബഹുമാനിക്കാത്ത ആളോട് വെറുപ്പിടിച്ചാൽ അയാൾ സൂഫിയാവില്ല. സൂഫിയാകണമെങ്കിൽ അതിനർത്ഥം, സുഹൃത്തുക്കളെ, നമ്മൾ അങ്ങനെ ഒരു തലക്കെട്ട് കെട്ടിയാൽ നമ്മൾ നിസ്സാരപ്പെടുത്താൻ പറ്റുമോ? അതില്ല. നമ്മൾ സൂഫിയാവില്ല അന്നേരം. നമ്മൾ അങ്ങനെ തലക്കെട്ട് കെട്ടിയാലും കെട്ടിയില്ലെങ്കിലും നമ്മൾ നോക്കേണ്ട അയാളെ വിശ്വാസം എന്താണ്, അയാളെ കർമ്മം എന്താണ്, അയാളെ കൊണ്ട് ദീനിന് ഉപകാരമാണോ ഉപദ്രവമാണോ എന്നേ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരാളെ വേഷം കെട്ടിട്ട് അതിൻ്റെ പേരിൽ അയാളെ മോശമെന്നും പറയാൻ പറ്റില്ല. നമ്മൾ എല്ലാ വിഷയത്തിലും വളരെ ശ്രദ്ധയോടുകൂടി നീങ്ങുമ്പോഴേ തസൗഫിൻ്റെ വഴിയിൽ ആവുകയുള്ളൂ. ഒരാൾ വെറുപ്പിടിയാണ്, ബഹുമാനിക്കാത്ത ആളെ വെറുപ്പിടിയാണ്, ബഹുമാനിക്കാത്ത ആളോട് വെറുപ്പിടിയാണ്, അയാൾ ഒരിക്കലും സൂഫിയാവില്ല. ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നമുക്ക് കാണാം. ഇഹ്ദർ മിൻ ദഅവാക തരീഖൽ ഫഖർ. ഈ സൂഫിയാക്കൾ അവർക്ക് പറയുന്ന ഒരു പേരാണ് ഫഖീർ എന്നുള്ളത്. ചിലർ ഫഖീർ എന്ന പേര് പറഞ്ഞാൽ വളരെ താഴ്മയാവുമെന്ന് വിചാരിച്ച് ചിലപ്പം പറയലുണ്ട്. പറയുമ്പോൾ സൂക്ഷിക്കണം. ഞാനൊരു വലിയ മഹാനാണ് എന്നാണ് അതിൻ്റെ അർത്ഥം വരിക, എന്ത് തസൗഫിൻ്റെ ഇസ്തിലാഹ് അനുസരിച്ച്. അതുകൊണ്ട് അത്തരത്തിലുള്ള പറയാതിരിക്കലാതല്ലേ. ഇവിടെ മിസ്കീൻ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, ഫഖീർ എന്ന് പറയാതിരിക്കലാതല്ലേ. മിസ്കീൻ തന്നെ ഒരു സാധുവാണ് എന്നാണ്. ഫഖീർ എന്നത് സൂഫിയാക്കൾ സാധാരണയായി വലിയ ദുന്യാവിനോടൊരു താല്പര്യമില്ലാത്ത മഹാന്മാർക്ക് പ്രയോഗിക്കുന്നൊരു വാചകമാണ്. വഅൻത തജിദു ഫീ നഫ്സിക ഖറാഹിയത്തൻ ലിമൻ ലാ യുഅദ്ദിമുക. നിന്റെ മനസ്സിൽ നിന്നെ ബഹുമാനിക്കാത്ത ആളോട് വെറുപ്പാണ്. വലാ യുനാദിക ബി അൽഫാദി സിയാദതി വൽ മശീഖത്തി വസ്സലാഹി. നിന്നെ ശൈഖ് എന്ന് വിളിക്കുന്നില്ല, സയ്യിദ് എന്ന് വിളിക്കുന്നില്ല, നിന്നെ സാലിഹ് എന്ന് വിളിക്കുന്നില്ല. അതൊന്നും വിളിക്കാത്ത ആളോട് നിനക്ക് വെറുപ്പാണ്. വൽ വൽ ഇസ്ലാമി, ഇസ്ലാം എന്ന് തന്നെ വലിയ വിഷയമുള്ള സംഗതിയാണ്. ഫൈനൽ മുസ്ലിം അൽ കാമില ഫി ഹാദ സമാനി അഅസ് മിനൽ കിബ്രീത്തിൽ അഹ്മർ.
ഒരു പരിപൂർണ മുസ്ലിമിനെ തന്നെ ഇപ്പം കിട്ടാൻ വലിയ പണിയാണ്. കാരണം അത്രയും മനുഷ്യന്മാരെന്തായിട്ടുണ്ട് ഇസ്ലാമെന്ന് അകന്നു പോയിട്ടുണ്ട്. ولا يكون المسلم كاملا حتى يسلم لسانه وسمعه وبصره وفرجه ويده ورجله وقلبه مما حرم الله تعالى ظاهرا وباطنا. ഒരു മനുഷ്യൻ അവൻ്റെ നാവും അവൻ്റെ കാതും അവൻ്റെ കണ്ണും അവൻ്റെ സ്വകാര്യ അവയവങ്ങളും അവൻ്റെ കയ്യും കാലും മനസ്സും അള്ളാഹു ഹറാമാക്കിയതിൽ നിന്ന് പ്രത്യക്ഷമായും പരോക്ഷമായും രക്ഷപ്പെടാതെ ഒരാൾ ശരിയായ മുസ്ലിമാവില്ല. എങ്ങനെ ഈ സൂഫിവാദം വാദിച്ച് നടക്കുന്ന ആളുകൾക്ക് ഇത് കിട്ടുക? വലാ ജാരിഹത്തലഹും, അവർക്കൊരൊറ്റ അവയവവും ബാക്കിയില്ല. ഇല്ലാ വഖദ് അസത്തില്ലാഹ മിറാറൻ, പലതവണ അള്ളാഹുവിനോട് തെറ്റ് ചെയ്ത അവയവമല്ലാതെ കൈവശത്തിലില്ല, ശരീരത്തിലില്ല. എന്നിട്ട് ഞാൻ സൂഫി എന്ന് പറയാ. ഫതഅമ്മൽ ദാലിക, മഹാനവറുകൾ പിന്നെയും പറയാണ്, ഫതഅമ്മൽ അദബഹു, നീ ശരിക്കും അദബ് മനസ്സിലാക്കണം. ഫൈന അൻത മിൻഹു വഅൻത തകാദു തളീഖു അലൈക അദ്ദുനിയ ബിമാ റഹബത് ഇദാ ലം യുഅള്ളിമുക അന്നാസ്. ജനങ്ങൾ നിന്നെ ബഹുമാനിച്ചില്ലെങ്കിൽ നിന്റെ മനസ്സാകെ ഇടുങ്ങിപ്പോയി. സുബ്ഹാനല്ലാഹ്, മനസ്സ് വല്ലാതെ ഇടുങ്ങിപ്പോയി. കാരണം നിന്നെ ബഹുമാനിക്കുന്നില്ല. വലായ തഖിദൂക, നീ ഒരു മഹാനാന്ന് അവർ വിശ്വസിക്കുന്നില്ല. എൻ്റെ പേരിൽ നിന്റെ മനസ്സ് വല്ലാതെ ഇടുങ്ങിപ്പോയില്ലേ? ഫഅലം ദാലിക, നീ അത് മനസ്സിലാക്കി വെച്ചു. ലാ തഖ്ശ നഫ്സക ഫഇന്നൽ ഇൻസാന അലാ നഫ്സിഹി ബസീറ വല്ലാഹു യതവല്ലാ ദാക്. നിനക്ക് അങ്ങനെ ഉദാഹരണം ഉണ്ടോ? എന്നെ ബഹുമാനിക്കാതിരിക്കുമ്പോ നിന്റെ മനസ്സിനൊരു പ്രയാസം തോന്നുന്നുണ്ടോ? എന്നാൽ നീ സൂഫി വഴിയിലല്ല. അപ്പൊ സുഹൃത്തുക്കളെ, ചിലപ്പോ പണ്ഡിതന്മാര് ചിലപ്പോ ദീനിനെതിരായ കാര്യങ്ങൾ കാണുമ്പോ അതിനെ ചോദ്യം ചെയ്യും. അതിനെ ചോദ്യം ചെയ്യുമ്പോൾ മനസ്സിന് വിഷമം വരാൻ പാടുണ്ടോ? വരുന്നവൻ എന്താവൂല? അവൻ സൂഫിയാവില്ല. സൂഫിയാകണമെങ്കിൽ ഈ മനുഷ്യന്മാരെ ബഹുമാനിക്കലും ആദരിക്കലൊന്നും ഒരു വിലയും വെക്കാത്തവനാകണം. അപ്പോഴേ സൂഫിയാവുള്ളൂ. ഒന്നും കൂടി പറയട്ടെ, ബഹുമാനപ്പെട്ട ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയാണ്, സുബ്ഹാനല്ലാഹ്, ഒരാൾ വന്നിട്ട് മൻ ബറസ ഇലൽ ഖൽഖി ബിമനാമിൻ റആഹു ഔ അദിന ലഹു അഹദുൻ മിന സൂഫിയ്യത്തി ഹാദ സമാനി ഫസാറ കുല്ലു മൻ റആ മനാമൻ അമില ശൈഖൻ. സ്വപ്നം കാണുന്നവരൊക്കെ ശൈഖാകുകയാണ്. അതെ, മഹാനായ ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു പറയാണ്, അതേപോലെ തന്നെ ഏതോ ഒരാളെ സ്വപ്നം കണ്ട് ആള് സ്വപ്നത്തിൽ പറഞ്ഞിന് എന്ന് പറഞ്ഞിട്ട് സൂഫിയായിരുന്നു, ശൈഖാണെന്ന് പറഞ്ഞ് നടക്കുകയാണ്. വലാ നഅരിഫു അഹദൻ അൽ ആന മിൻ മശായിഖ് അസ്റിനാ മഅഹു ഇദ്നുൻ സഹീഹുൻ അബദൻ. ഇമാം ഷഅറാനി പറയാണ്, നമ്മളെ ആ കാലഘട്ടത്തിലുള്ള സംഗതിയാണ് പറയുന്നത്. അതേ, മഹാനായ ശൈഖുൽ ഇസ്ലാം സക്കരിയ അൻസാറുള്ളാഹിന്റെ ശിഷ്യനാണ് ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു. അതിന്റെ പുറമെ മഹാനവറുകൾ ആരുൻ നബിയിൽപ്പെട്ട ആളാണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ മകന്റെ പരമ്പരയിൽപ്പെട്ട ആളാണ്. ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു അല്ല, മറിച്ച് ഫാത്തിമ ബീവിയുടെ ശേഷം വിവാഹം കഴിച്ച അൽ ഹനഫിയ എന്ന് പറയുന്ന സ്ത്രീയുണ്ട്. അതിലുള്ള മകന്റെ മുഹമ്മദ് ഇബ്നുൽ ഹനഫിയുടെ സന്താന പരമ്പരയിൽപ്പെട്ട ആളാണ് ഇമാം ഷഅറാനി. ആ ഇമാം ഷഅറാനി ഒരുപാട് ഗ്രന്ഥങ്ങൾ തസവ്വുഫിലും ഫിഖ്ഹിലും പല വിഷയത്തിലും ഗ്രന്ഥം എഴുതിയ വലിയ മഹാനാണ്. മഹാനവറുകൾ പറയാണ്, അതെ, ഫസാറ കുല്ലു മൻ റആ മനാമൻ അമില ശൈഖൻ, സ്വപ്നം കണ്ടോലൊക്കെ ഇപ്പൊ ശൈഖായി പണിയെടുക്കാൻ. വലാ നഅരിഫു അഹദൻ ആന മിൻ മശായിഖ് അസ്റിനാ മഅഹു ഇദ്നുൻ സഹീഹുൻ അബദൻ, ശരിയായ ഒരു അനുമതി കിട്ടിയിട്ടുള്ള ശൈഖായിട്ട് ആരെയും നമ്മൾ ഇന്ന് അറിയുന്നില്ല. ലിഅന്നൽ ഇദ്ന ഇന്നമാ യകൂനു മിനൽ ഔലിയായി അസ്ഹാബിൽ ഖദമി ലാ മിൻ അസ്ഹാബിൻ നൗബി വഗൈരിഹിം. അത് വലിയ സ്ഥാനം തസവ്വുഫിൽ ഖദമറച്ച മഹാന്മാരിൽ കിട്ടുന്നതാണ് സമ്മതം. ഇതിന് ഹൗലായിലദിന ജലസൂ ഫി സബായ. അതേ സമയത്ത് സാബിയയിൽ കുത്തിരിക്കുന്ന ആളുകൾ അവർ കൊടുക്കുന്ന സമ്മതം ഉണ്ടല്ലോ, വജഅലൂ ലഹും തലാമിദതൻ, എന്നിട്ട് കുറെ ശിഷ്യന്മാർ ഈ സാബിയെന്നുണ്ടായതാന്ന് പറഞ്ഞ് നടക്കുന്നവര് ഫഹുവ ഇദുൻ ലാ ഇബ്റത ബിഹി, അസമ്മതത്തിന് ഒരു പരിഗണനയും ഇസ്ലാമിലില്ല. ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു പറയാണ്. സുഹൃത്തുക്കളെ, മൂപ്പരേൽപ്പിക്കാം. ഒരു വലിയ മഹാനോട് ചോദിച്ചു, وقد سأل شخص من إخواننا سيد الشيخ العارف بالله تعالى عبد القادر الدستوطي. അബ്ദുൽ ഖാദിർ ദസ്തൂതി തങ്ങളോട് എൻ്റെ സ്നേഹിതന്മാരിൽപ്പെട്ട ഒരാളെ ചോദിച്ച് അനിൽ മശായിഖ്, ചില ശൈഖന്മാരെ പറ്റി.
അല്ലദീന ഫി സവായ ഫി അസ്രിഹി, അവരെ കാലഘട്ടത്തിൽ സാവിയത്തിൽ കുത്തിരിക്കുന്ന കുറെ ശൈഖന്മാർ, അവരെ പറ്റി ചോദിച്ചു. അപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, അയ്യന മിൻഹുൽ അൽ-മുർസഫിയ വദ്ദാക്കിറ ഹൽ ഹും ഔലിയ, അവരൊക്കെ ഔലിയാക്കളാണോ? ഖാല വല്ലാഹി യാ വലദി, ആ മഹാൻ പറയണേ, എൻ്റെ മോനെ, ഹൗലായി കുല്ലുഹും ലം യസ്മു തരീഖൽ ഫുഖറാ, അവരാരും ഔലിയാക്കളുടെ ഫുഖറാഇന്റെ മാർഗം അവർ മണത്തിട്ട് പോലും ഇല്ലേ. ഹൗലായി ബഈദൂന അനിൽ മഖ്സൂദ്, അവർ മുഴുവനും ലക്ഷ്യത്തിൽ നിന്ന് എത്രയോ അകലെയാണ്. ഇന്നമാഹും ഫുഖറാഉ ഖലീലുൽ അദബ്, അദബില്ലാതെ പോകുന്ന ഫുഖറാക്കളാണ് അവർ. വലാകിന്നൽ ഔലിയായ അസ്ഹാബൽ ഖദമിയ വല്ലദീ കസീർ, പക്ഷേ വലിയ സ്ഥാനമുള്ള ഔലിയാക്കൾ ഇന്നും ഉണ്ട് കേട്ടോ. മിൻഹും ജമാഅതൻ, മഹാനവറുകൾ ചിലരെ പേര് പറഞ്ഞു കൊടുത്തു. ഇന്നാള് ആരാണ് നോക്കുമ്പോൾ ഒരാൾ തബ്ബാഖീന, കുക്കിന്റെ ജോലി എടുക്കുന്ന ആളുകളുടെ ഇടയിൽ അയാൾ ഒരു കുക്കാണ്. പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ അദ്ദേഹം വലിയ മഹാനായ വലിയാണ്. ജയ്തെണ്ണ വെക്കുന്ന ആളാണ്, പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ മഹാനാണ്. അദ്ദേഹത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുതപ്പൊന്നുമില്ല ചുമലിൽ, പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ വലിയാണ്. അവരെയും പറഞ്ഞു കൊടുത്തു ഇമാം ഷഹറാനി തങ്ങൾ പറയാണ്. അപ്പൊ സുഹൃത്തുക്കളെ, കുറെ വേഷം കെട്ടിയത് കൊണ്ടോ മറ്റോ കിട്ടുന്ന ഒരു സംഗതിയല്ല തസവ്വുഫും സൂഫിസവും എന്ന് പറയുന്നത്. മറിച്ച് അത് അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ച്, ഇസ്ലാമിക ശരീഅത്ത് മുറുകെ പിടിച്ച് ശരിക്ക് ഇത്തിബാഅോടുകൂടെ ജീവിക്കുന്ന ആളുകൾ, അവരാണ് ശരിയായ മശായിഖന്മാരെന്ന് പറയുന്നതും ശരിയായ സൂഫികൾ എന്ന് പറയുന്നതും അവരാണ്. ദേഷ്യം പിടിക്കുന്ന ആളുകളൊന്നും എന്താവില്ല, ബഹുമാനിക്കാത്ത വകയിൽ ദേഷ്യം പിടിച്ചാൽ അതിൻ്റെ വകയിലൊന്നും ഒരാളും നല്ല ആളാവൂല എന്ന് പ്രത്യേകം ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹു പറയാണ്. ഇനിയും നിങ്ങൾ കണ്ടോളൂ, എത്രയോ വിഷയങ്ങൾ ബഹുമാനപ്പെട്ടവർ അവരുടെ കിതാബിൽ മവാസിനുൽ ഖാസിരീൻ എന്ന കിതാബിൽ പറയുന്നുണ്ട്. അതൊക്കെ പറയാൻ ഇപ്പോഴുടെ സമയം ഇല്ല. ഇനി മറ്റു ചില കാര്യങ്ങൾ കൂടി ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട ഇമാം അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ പറയാണ്, അഹ്ലു തസവ്വുഫ്, തസവ്വുഫുകാരി എന്ന നിലക്കുള്ള കക്ഷികൾ, വഹും 12 നഫറൻ, 12 ടീമുണ്ട്. വാഹിദുഹും സുന്നിയൂൻ, ഒറ്റ ഒന്ന് സുന്നികളാണ്. ഒറ്റ ഒന്ന്, 12ൽ 11 സുന്നിയല്ല. ആര്? തസവ്വുഫിന്റെ ആളാണെന്ന് പറഞ്ഞ് നടക്കുന്നവർ. ആരാണ് സുന്നികള്? അവരെ പ്രവർത്തനങ്ങളും വാക്കുകളും ശരീഅത്തിനോടും തരീഖത്തിനോടും യോജിച്ചതാണ്. വഹും അഹ്ലുസുന്നത്തി വൽ ജമാഅ, അവർ സുന്നത്ത് ജമാഅത്തുകാരാണ്. അവരെ സംബന്ധിച്ച് പറഞ്ഞിട്ട് അവസാനം മഹാനവറുകൾ പറയാണ്, വൽ ബാഖി ബിദഅയ്യുന, 12 കക്ഷികളിൽ 11 പുത്തനാശയക്കാരാണ്. പിന്നെ അവരെ പേര് പറയാണ്. അതിലൊരു കൂട്ടരാണ് ഹലവിയ. അവരുടെ ആശയം എന്താണ്? അവരുടെ ആശയം ഇന്നൻ നളറ ഇലൽ വജ്ഹിൽ ജമീലി മിനൻ നിസാഇ വൽ അംറദി ഹലാൽ, ഭംഗിയുള്ള പെണ്ണുങ്ങളെയും ഭംഗിയുള്ള ആൺകുട്ടികളെയും ഒക്കെ നോക്കല് ഹലാലാണ് എന്നാ വാദം. അതിനവരുടെ ന്യായം എന്താണ്? വഫീഹി സിഫത്തുൽ ഹഖ്, അല്ലാഹു തആല ജമീലാന്ന്, ഇന്നല്ലാഹു ജമീലുന്നല്ലേ. അപ്പൊ ഈ കുട്ടിയും നല്ല ഭംഗിയുണ്ടല്ലോ, അപ്പോ അള്ളാഹിന്റെ സിഫത്തുള്ളതിനെ നോക്കുകയല്ലേ എന്നാ വാദം. ഇങ്ങനെയുള്ള ആളുകൾ മഹാനവറുകൾ പറയാണ്, ഞാനല്ല, മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ പറയാണ് ആ കക്ഷികളെ സംബന്ധിച്ച്. അങ്ങനെയുള്ള കക്ഷികളുണ്ട്. സുബ്ഹാനല്ലാഹ്, അവര് എന്നിട്ടോ അവരെന്ത് ചെയ്യുന്നു? അവർ ഡാൻസ് നടത്തുന്നു. അവർ ചിലപ്പോൾ ഈ കുട്ടീനെ പിടിച്ച് ചിമ്പിക്കുകയും ചെയ്യുന്നു, അണച്ചുകൂട്ടുകയും ചെയ്യുന്നു. ഇത് തനി കുഫറാണ്. മറ്റൊരു വിഭാഗമാണ് ഹാലിയ. ഹാലിയ എന്ന് പറഞ്ഞാലോ, ഫൈനഹും യഖൂലൂന, അവര് പറയുന്നത് ഹലാൽ, കയ്യും മുട്ടിയിട്ട് ഡാൻസ് കളിക്കുന്നത് ഹലാലാണെന്ന് വാദിക്കുന്നവർ. ആ കക്ഷികൾ അവരും പിഴച്ച വിദേഹത്തിന്റെ കക്ഷികളാണ്. അവർ വാദിക്കുന്ന ശൈഖിനിക്ക് ഹാലത്തുൻ, ചില ഹാലത്തുണ്ട്, ഒന്നും അന്നേരം ശൈഖിന് ബാധകാവൂല. ഇതൊരു പുത്തനാശയമാണ്. ലൈസത്ത് ഫീ സുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയാൻ. ഇനിയും പറയാൻ വേറൊരു കൂട്ടരുണ്ട്, ഔലിയാഇയ്യ. അവരെ വാദം എന്താണ്?
അവരെ വാദം ഒരാൾ ഔലിയാക്കളെ സ്ഥാനത്തെത്തിയാൽ സഖത്തത്ത് അൻഹു തകാലിഫു ശറഅ്, പിന്നെ ശറഇന്റെ ഇതൊന്നുമില്ല, പിന്നെ അയാൾ നിസ്കരിക്കണമെന്നില്ല, നോമ്പെടുക്കണമെന്നില്ല. സുബ്ഹാനല്ലാഹ്, ഔലിയ ആണെങ്കിൽ തന്നെ റമളാൻ മാസത്തിൽ പച്ചാപ്പകലിൽ കുറച്ച് പാൽ കുടിച്ചാൽ ഔലിയാവും എന്നൊക്കെ വിചാരിക്കുന്ന ജാഹിലീങ്ങളുണ്ട്. അതൊന്നുമല്ല തരീഖത്തും തസവ്വുഫും. ഇത് പറയുന്നത് നമ്മളല്ല, മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ആണ്. അമൽ ഔലിയായി അവരെ സ്വഭാവം അങ്ങനെയാണ്. വേറൊരു കൂട്ടര് മറ്റൊരു കക്ഷികളുണ്ട്, അവരുടെ വാദം അമ്രുൻ നഹിയൊന്നുമില്ല എന്നാ. സുബ്ഹാനല്ലാഹ്. വേറൊരു വിഭാഗമുണ്ട്, ഹുബ്ബിയ എന്നാണ് പേര്. അവരെ സ്വഭാവം എന്താണ്? അള്ളയായിട്ട് വലിയ സ്നേഹമായ പിന്നെ സഖത്തസ്ഖുതു അൻഹു തകാലീഫ്, പിന്നെ അയാൾക്ക് ഹറാമില്ല ഹലാലുല്ല അങ്ങനത്തെ ഒന്നുമില്ല. വലാ യസ്തറൂന ഔറതഹും ബൈനഹും, ചിലപ്പോൾ തുണിയെ നുടുകലും ഉണ്ടാവില്ല. എന്നിട്ടോ വലിയ മഹാന്മാരാണ് എന്ന് പറഞ്ഞിരിക്കുകയും ചെയ്യുന്നു. അമ്മൽ ഹൗരിയ, അതേതാണ്? അത് അവർ ചില ഹാലത്തുകളിൽ ഹൂറുൽ ഇന്നെ തന്നെ ഇവിടുന്ന് വത്തുക ചെയ്യുന്നുണ്ട്, ഇവിടുന്ന് തന്നെ വത്തുക ചെയ്യുന്നുണ്ട് എന്ന് വാദിക്കുന്നതിൻ്റെ കൂട്ടരാണ്. എന്നിട്ട് ചിലപ്പോൾ ഒരു കുളിക്കൽ ഇയാൾ ഹൂറുലിങ്ങളെ വത്തുക ചെയ്തു എന്ന് പറഞ്ഞു. ഇങ്ങനത്തെ ഒരു ടീം. വേറെ ഒന്ന് ഇബാഹിയ, അവര് യത്റുകൂനൽ അംറ ബിൽ മഅറൂഫ്, നല്ല കാര്യം കൽപ്പിക്കുക എന്നുള്ളത് അവർക്ക് ഉണ്ടാവില്ല. ഹറാമിനെ ഹലാലാക്കുകയാണ്. യുബീഹുന നിസാ, പെണ്ണുങ്ങളെ ഹലാലാക്കുകയാണ്. വേറൊന്ന് മുതക്കാസില എന്ന് പറഞ്ഞാൽ ഒരു ജോലിക്കും പോകില്ല, ആളുകളോട് ഇങ്ങനെ യാചിച്ചു നടക്കും, ജോലിക്കൊന്നും പോകില്ല. അങ്ങനത്തെ ഒരു കൂട്ടര്. വേറൊരു കൂട്ടര് മുതജാഹില, അതെ, അവരും തെറ്റ് ചെയ്യുന്ന ആളുകൾ ധരിക്കുന്ന വസ്ത്രവും ധരിച്ച് നടക്കുന്നവരും അവരെ രീതിയിൽ ജീവിക്കുന്നവരും. വേറൊന്ന് വാഖിഫിയ്യ. ഇങ്ങനെ തുടങ്ങിയിട്ട് പല കക്ഷികളെ സംബന്ധിച്ചും പറയാൻ. ഒന്ന് ഹാമിയ്യ, ഇൽഹാമിയ്യ. ഇൽഹാമിയാരാ? അവര് ഇൽമങ്ങട്ട് ഒഴിവാക്കുകയാണ്. ദർസൊന്നും വേണ്ട, ദർസും വേണ്ട, മുദരിസും വേണ്ട എന്ന് പറയുന്നൊരു ടീം. വലൈസു മിൻഹും, അവർ വാദിക്കുന്നുണ്ട് നഹ്നു അഹ്ലുസുന്ന, അഹ്ലുസുന്നത്തൊന്നുമല്ല. വലൈസു മിൻഹും വയഖൂലു അഹ്ലുസുന്ന, അഹ്ലുസുന്നത്തി വൽ ജമാഅ പറയാണ്, ഇന്ന സ്വഹാബത കാനു അഹ്ലൽ ജദബതി ബിഖുവ്വതി സ്വഹബത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലം. മഹാന്മാരായ സഹാബത്താണ് ഹൃദയം അള്ളാഹുവിലേക്ക് ആകർഷിക്കപ്പെട്ട ഏറ്റവും വലിയ മഹാന്മാർ. അവരാണ് ഏറ്റവും വലിയ മഹാന്മാർ. അവർ കഴിച്ചിട്ടേ പിന്നെ ആരുള്ളൂ, അതിൻ്റെ ഇപ്പുറം ആരുമില്ല. ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല 313 ബദരീങ്ങളെ കാണും വലിയ മഹാനായി കേരളത്തിൽ ഒരു വലിയ ഉണ്ടായി എന്ന്. ബദരീങ്ങളല്ലാത്ത ഒരാൾ അങ്ങനെ ചിന്തിച്ചാൽ അത് ഒരു നിലക്ക് പറഞ്ഞാൽ കടുകടുത്ത തെറ്റ്, കുഫർ വരാൻ സാധ്യതയുള്ളതാണ്. കാരണം ആർക്കും സംശയമില്ലല്ലോ, ബദരീങ്ങളിൽ ഒന്നാമത്തെ ആള് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ 313 ആൾക്ക് മാത്രം മതിയായ ഒരാള് കേരളത്തിലുണ്ടായി എന്ന് പറഞ്ഞാൽ ആ മഹാന്റെ ജീവിതകാലത്താണെങ്കിൽ അവനെ പിടിച്ചു കൊണ്ടുവന്ന് മഹാനവറുകൾ ചെയ്യേണ്ടത് ചെയ്യുമായിരുന്നു. ഒരിക്കലും അത്തരത്തിലുള്ള ജഹാലത്ത്, അതാണ് നേരത്തെ പറഞ്ഞത്, ജാഹിലിക്ക് തസവ്വുഫ് ഉണ്ടാവില്ല എന്ന് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു വെറുതെ പറഞ്ഞതല്ല.